ആൽബം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളെ കുട്ടികളുടെയോ അല്ലെങ്കിൽ ടൂർ പോകുന്ന പിക്ചേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഈ ആൽബത്തിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ഞങ്ങളുടെ നിക്കാഹിൻ്റെയും കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോയാണ്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഇവർക്ക് ഓൺലൈനായിട്ട് അയച്ചു, വാട്സപ്പിൽ ഫോട്ടോസ് അയച്ചു. അങ്ങനെ അവർ ഫോട്ടോ സെറ്റ് ചെയ്തിട്ട് അത് നമുക്ക് അയച്ചു തരും. നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പോസ്റ്റലായിട്ട് ആൽബമാക്കി അയച്ചു തരും. പോസ്റ്റലായിട്ടാണ് വന്നേക്കണത്. നമ്മളൊന്ന് നോക്കി നോക്കാം. നൂറ് പേജുകളാണ് ഈ ആൽബത്തിലുള്ളത്. ഇതിൻ്റെ സൈസ് 8x6 ആണ്. ഈ കവറുണ്ടല്ലോ ഈ മുകളിൽ കാണുന്നത്, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവരോട് പറയണം. കാരണം ഇതിൻ്റെ ഈ 8x6 കൂടെ വേറൊരു കവറാണ് വരുന്നത്. ഈ കവർ വരുന്നത് A4 കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ A4 സൈസിൻ്റെ ഉണ്ട്. അപ്പോൾ A4 സൈസിൻ്റെ കണ്ടപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു ഈ ഒരു ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനൊരു 300 രൂപ എക്സ്ട്രാ കൊടുക്കണം ഈ ഒരു സാധനം. ആൽബം കാണുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ പറ്റുന്നതിൽ ഈ ഫോട്ടോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാം വാട്സപ്പ് ത്രൂ ആണ് ഞങ്ങൾ കോൺടാക്ട് ഉണ്ടായിരുന്നത്. വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് ചെയ്തു. അതുപോലെ ഫോട്ടോസ് ഗൂഗിൾ ഡ്രൈവിലാക്കിയിട്ട്, ഇപ്പം ഞങ്ങളുടെ ക്യാമറ ഫോട്ടോസ് ആയിരുന്നു, അപ്പം ക്ലാരിറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ഗൂഗിൾ ഡ്രൈവിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അവർ ഡിസൈൻ ചെയ്തു, ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അവർ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് കിട്ടിയിട്ടാണ്. ഇതിൻ്റെ കവർ പേജ്. പിന്നെ ഇവിടെ നിന്നാണ് ഫോട്ടോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇതാണ് ലാസ്റ്റ് പേജ്. അപ്പോൾ ഇവരാണ് നമുക്ക് ഈ സംഭവം ചെയ്തു അയച്ചു തന്നിട്ടുള്ളത്. ഇത്രയാണ് ആൽബം. പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും, എത്രത്തോളം അത് സക്സസ് ആവും അല്ലെങ്കിൽ എത്രത്തോളം നല്ല സാധനമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പിള്ളേരുടെ കുട്ടികളുടെയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ടൂർ പോയതാണെങ്കിലും അല്ലെങ്കിൽ പഴയ ഫാമിലി ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുത്താൽ ഇങ്ങനത്തെ ഇത് കിട്ടും. ഇത് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ആൽബം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതെന്നുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇവരാവണമെന്നില്ല, വേറെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഇങ്ങനത്തെ ആൽബംസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ കല്യാണത്തിൻ്റെ ആൽബമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് നല്ല എക്സ്പെൻസീവ് ആവും. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ആൽബം ചെയ്യുന്നവർ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിലും അത്രയും വലിയ സെറ്റപ്പിലായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്രയും പ്രൈസ്. ഇത് നമുക്ക് പ്രൈസും ലാഭിക്കാം, നമുക്ക് അത്രയും എക്സ്പെൻസും അല്ല, എന്നാൽ നമുക്കൊരു ആൽബം കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് ഒരു വാട്സപ്പ് നമ്പറൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ അനുസരിച്ച് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ഇവരുടെ സർവീസിൽ. ആൽബം എങ്ങനെയുണ്ട്? ഫോട്ടോ എടുക്കണ അറിയണില്ലല്ലോ. എന്നാലും നിങ്ങൾ പറയും ആൽബം എങ്ങനെയുണ്ട് പറയും. എന്താ യൂട്യൂബിൽ ഇടാനാകുമ്പോ എന്താ നോണ അറിയോ? യൂട്യൂബിൽ ഇടാനല്ലെങ്കിലും എന്താ എൻ്റെ അഭിപ്രായം? അല്ലെങ്കിൽ അടിപൊളി തന്നെയല്ലേ?